നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ജൂൺ 11 ഫുട്ബോൾ ലോകകപ്പ് തുടങ്ങുന്നു. അപ്പോൾ അത് ഇന്ത്യയിൽ സി നെറ്റ്വർക്കാണ് അതിൻ്റെ സംപ്രേഷണം ഏറ്റെടുത്തിട്ടുള്ളത്. ഫിഫയുമായി കരാറിലെത്തിയിരിക്കുന്നത് സി ആണ്. അപ്പോൾ സി കേരളത്തിൽ ഏതൊക്കെ ചാനലുകളിൽ ഇപ്പോൾ കേബിൾ വിഷനുകളുണ്ട്, മറ്റ് DTH ചാനലുകളുണ്ട്, ഇതിലൊക്കെ ഏത് നമ്പറുകളിൽ കിട്ടും, ഈ ചാനലുകൾ ഏത് നമ്പറുകളിൽ ഏത് ചാനലുകൾ ലൈവ് സംപ്രേഷണം കിട്ടും, തത്സമയ സംപ്രേഷണം ലോകകപ്പ് നടക്കും, ആ ചാനലുകളുടെ നമ്പറുകൾ ഒന്ന് നോക്കാം. അത് വളരെ ഉപയോഗപ്രദമായിരിക്കും ആളുകൾക്ക്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇതിൽ കേബിൾ നെറ്റ്വർക്കുകൾ, കേരളത്തിലെ കേബിൾ നെറ്റ്വർക്കുകളിൽ കേരള വിഷൻ, ആദ്യം നമുക്ക് കേരള വിഷനിൽ നോക്കാം. കേരള വിഷനിൽ ഏതൊക്കെ നമ്പറുകളിൽ ഈ ചാനലുകൾ കിട്ടും. CTV നെറ്റ്വർക്ക് യുണൈറ്റ് 8 സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ചാനൽ പുതുതായി ഉണ്ടാക്കി. അതിൻ്റെ 4 ചാനലുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അതിലൂടെയാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഈ യുണൈറ്റ് 8 സ്പോർട്സിൻ്റെ ചാനലുകൾ കേരള വിഷനിൽ ഏതൊക്കെ നമ്പറുകളിൽ കിട്ടും എന്നൊന്നും നമുക്ക് നോക്കാം. ഒന്ന്, യുണൈറ്റ് 8 സ്പോർട്സ് 1 769 ഇതിൽ ഹിന്ദി കമൻട്രിയാണ് ഉണ്ടാവുക. 1 ഹിന്ദി കമൻട്രിയാണ് ഉണ്ടാവുക. യുണൈറ്റ് 8 സ്പോർട്സ് 1 HD അത് 862, നമ്പർ 862. അപ്പോൾ അതിലും ഹിന്ദി കമൻട്രിയാണ് കിട്ടുക. യുണൈറ്റ് 8 സ്പോർട്സ് 2 അത് 770 കിട്ടുക. കേരള വിഷനിൽ 770 കിട്ടുക. യുണൈറ്റ് 8 സ്പോർട്സ് 2 HD ഇത് കേരള വിഷനിൽ 864 നമ്പറിലാണ് കിട്ടുക. ഇതിൽ ഇംഗ്ലീഷ് കമൻട്രിയാണ് കിട്ടുക. യുണൈറ്റ് സ്പോർട്സ് 2ലും യുണൈറ്റ് സ്പോർട്സ് 2 HDയിലും ഇംഗ്ലീഷ് കമൻട്രിയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. കേരള വിഷനിൽ യുണൈറ്റ് 8 സ്പോർട്സ് 1 769, യുണൈറ്റ് 8 സ്പോർട്സ് 1 HD 862, യുണൈറ്റ് 8 സ്പോർട്സ് 2 770, യുണൈറ്റ് 8 സ്പോർട്സ് 2 HD 864. ഇങ്ങനെയാണ് കേരള വിഷനിലെ നമ്പറുകൾ. ഇനി നമുക്ക് ACV നോക്കാം. ACVയും വളരെ പ്രചാരമുള്ള ഒരു കേബിൾ നെറ്റ്വർക്കാണ് കേരളത്തിൽ. അതിൽ യുണൈറ്റ് 8 സ്പോർട്സ് 1 306, യുണൈറ്റ് 8 സ്പോർട്സ് 1 HD 812, യുണൈറ്റ് 8 സ്പോർട്സ് 2 305, യുണൈറ്റ് 8 സ്പോർട്സ് 2 HD 815. ഏഷ്യാനെറ്റ് കേബിൾ വിഷനിലെയാണ് പറഞ്ഞത്. ACVയിലാണ് യുണൈറ്റ് 8 സ്പോർട്സ് 1 306, യുണൈറ്റ് 8 സ്പോർട്സ് 1 HD 812, യുണൈറ്റ് 8 സ്പോർട്സ് 2 305, യുണൈറ്റ് 8 സ്പോർട്സ് 2 HD 815. ഇതാണ് കേരള വിഷനിലും ACVയിലും കേബിൾ നെറ്റ്വർക്കുകളിൽ കിട്ടുന്നത്. മറ്റ് കേബിൾ നെറ്റ്വർക്കുകളിൽ അതാത് സമയത്ത് കേബിൾ നടത്തുന്നവർ ചെയ്യുന്ന നമ്പറുകളിലാണ് അത് കിട്ടുക. നമുക്ക് പ്രധാനമായിട്ട് കേരള വിഷൻ ACV ആണല്ലോ കേരളത്തിൽ പ്രധാനമായിട്ടും. ബാക്കി ലോക്കൽ കേബിളുകളിൽ ഏതൊക്കെയാണ് കിട്ടുക എന്നുള്ളത് അതാത് സമയത്ത് അതിൻ്റെ ആളുകൾ അറിയിക്കും. ഇനി നമുക്ക് ടാറ്റ പ്ലേ DTHകൾ നോക്കാം. ഡയറക്റ്റ് ഹോം സർവീസുകളിൽ ടാറ്റ പ്ലേയിൽ യുണൈറ്റ് 8 സ്പോർട്സ് 2 HD 492, യുണൈറ്റ് 8 സ്പോർട്സ് 2 493, യുണൈറ്റ് 8 സ്പോർട്സ് 1 HD 494, യുണൈറ്റ് 8 സ്പോർട്സ് 1 495. ഇങ്ങനെയാണ് 4 ചാനലുകൾ. അതായത് ടാറ്റ പ്ലേയിൽ 492, 93, 494, 495 തുടർച്ചയായ നമ്പറുകളിലാണ് ഫിഫ ലോകകപ്പ് സംപ്രേഷണം കിട്ടുക. ഇനി എയർടെൽ ഡിജിറ്റൽ TV, യുണൈറ്റ് 8 സ്പോർട്സ് 1 HD 169, യുണൈറ്റ് 8 സ്പോർട്സ് 1 506, യുണൈറ്റ് 8 സ്പോർട്സ് 2 256. അവരുടെ HD യുണൈറ്റ് 8 സ്പോർട്സ് 2ൻ്റെ HD എയർടെൽ ഡിജിറ്റൽ TV തരുന്നില്ല. അപ്പോൾ അതിൽ എയർടെൽ ഡിജിറ്റൽ TVയിൽ 169, 506, 256 ഈ ചാനലുകളിൽ ഈ നമ്പറുകളിലാണ് കിട്ടുക. ഇനി ഡിഷ് TVയിൽ ഏതൊക്കെയാണ് നോക്കാം. യുണൈറ്റ് 8 സ്പോർട്സ് 1 HD 631, യുണൈറ്റ് 8 സ്പോർട്സ് 1 632, യുണൈറ്റ് 8 സ്പോർട്സ് 2 HD 633, യുണൈറ്റ് 8 സ്പോർട്സ് 2 634. അതായത് ഡിഷ് TVയിൽ 631, 32, 33, 34, 631, 632, 633, 634 ചാനൽ നമ്പറുകളിലാണ് ഇത് കിട്ടുക. ഇനി സൺ ഡയറക്റ്റിൽ ഒരൊറ്റ ചാനലാണ് കാണിക്കുന്നത്. യുണൈറ്റ് 8 സ്പോർട്സ് 1 HD ആണ്. അത് 509. അപ്പോൾ പ്രധാനപ്പെട്ടതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൃത്യമായി നോക്കി രേഖപ്പെടുത്തി വെച്ചിട്ട് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓർമ്മയുണ്ടാവും.
അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യുണൈറ്റ് 8 സ്പോർട്സ് 1-ലും അതിൻ്റെ HD ചാനലിലും ഹിന്ദി കമൻട്രിയാണ് കിട്ടുക. യുണൈറ്റ് 2 സ്പോർട്സ് 1-ലും അതിൻ്റെ 2 സ്പോർട്സ് HDയിലും ഇംഗ്ലീഷ് കമൻട്രിയാണ് കിട്ടുക. അപ്പോൾ വളരെ കൃത്യമായി എന്ന് തോന്നുന്നു, ഇത് ഓർത്ത് വയ്ക്കുക.